warahmatullahi wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hasna idha shi'ta sahla. Rabbi zidna 'ilman nafi'a. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഫൗസിയ. സഹാബത്തുക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇന്നത്തെ വിഷയം സഹാബി വനിതകളാണ്. അപ്പോൾ സഹാബത്തുക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവര് അടിയുറച്ച സത്യവിശ്വാസികളായിരുന്നു. അതോടൊപ്പം തന്നെ അവർ മനസ്സിലാക്കിയ ഈ പ്രപഞ്ചത്തിന്റെ സത്യമാകുന്ന ഇസ്ലാം ദീൻ അത് അവര് സ്വായത്തമാക്കിയതുപോലെ തന്നെ തങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് അവരുടെ ആ പരിശ്രമത്തിന്റെ എഫേർട്ടിന്റെ ഫലമായിട്ടാണ് അവര് ചരിത്രത്തിൽ ഇടം നേടിയത്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ ഒരു സന്തോഷം പോലും ആസ്വദിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ് പല സ്വഹാബി വനിതകളും. ഇന്ന് നമുക്ക് അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സുഹൃത്തും വലങ്കയ്യുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ മുഅ്മിനീൻ ഐഷ റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരിയാണ്. പിതാവ് വക സഹോദരിയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ ശിഷ്യനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു അവരുടെ ഭർത്താവാണ്. അവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ 27 കൊല്ലം മുമ്പായിരുന്നു അസ്മാ റളിയല്ലാഹുവിന്റെ ജനനം. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ജനനം. പിന്നെ ഇസ്ലാമിലെ ആണും പെണ്ണുമായിട്ട് ആകെ 17 അനുയായികൾ വിശ്വാസിനിയായി തീർന്ന അസ്മാ റളിയല്ലാഹു ദാത്തൽ നിക്കാഇൻ എന്ന കീർത്തിനാമത്തിൽ, അതായത് ഇരട്ട അരപ്പട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പേര് ലഭിക്കുവാനുള്ള പശ്ചാത്തലം നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മദീനയിലേക്ക് ഹിജ്റ പോണ അതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽന്ന് അത്രയും പീഡനം സഹിച്ചിട്ട് ആണ് മക്കയിൽ നിന്നിരുന്നത്. അപ്പോൾ മദീനയിലേക്ക് പോവാൻ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഇസ്ലാം ഇങ്ങനെ വളരുന്ന കണ്ടപ്പോൾ അബൂജഹലിനും കൂട്ടർക്കും അവർക്കും ഇനിയിപ്പോ വെറുതെ വിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ മക്കയില് അബൂജഹലും സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയാനാണ് പ്ലാൻ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി ഇബ്നു അബി ത്വാലിബും കൂടെയാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ഈ അവരെ പ്ലാന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള പ്ലാന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അത് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു തന്റെ വിരിപ്പ് കിടത്തി ഹിജ്റ പോവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയാണ്. അത് എങ്ങനെ പോണം, ആരുടെ കൂടെ പോണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് വന്നിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് അവരുടെ മേല് എറിയും. അത് ഒരു പിന്നെ സൂറത്ത് യാസീനിലെ ആയത്ത് ഓതിയിട്ടാണ് ആ മണ്ണ് അവരെ മേലിടുക. وجعلنا من بين أيديهم ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ഈ ആയത്താണ് ഓതുക. എന്നിട്ട് അവരുടെ മേല് മണ്ണിട്ടാല് അവര് അബോധാവസ്ഥയിലാവും. അങ്ങനെയാണ് ചരിത്രം നമുക്ക്
പറയും ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ അവർക്ക് ഈ മണ്ണ് എറിഞ്ഞിട്ട് അവര് അങ്ങനെ അബോധാവസ്ഥയിലാവും. അപ്പൊ അവരെ ബോധം വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രക്ഷപ്പെടും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ യാത്രാ മധ്യയിൽ അവര് സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കും. അപ്പം ഈ രഹസ്യമായിട്ടാണല്ലോ, ആരും അറിഞ്ഞിട്ടില്ല. ഈ ഒരു പോണ വിവരം അലി റളിയല്ലാഹുവിനും അസ്മാ റളിയല്ലാഹു അൻഹക്കും അല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് ആരും അത് ഈ വിവരം അറിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ട വിവരം ഖുറൈശികൾ അറിയും. അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചാൽ ഒരു വിവരം കിട്ടില്ല. അപ്പൊ അലി നല്ല ഉപദ്രവിക്കും. എന്നാലും അവര് സത്യം പറയില്ല. അങ്ങനെ എല്ലാവരും നല്ല ദീനിനു വേണ്ടിയിട്ട് അവരൊക്കെ സഹിച്ച ത്യാഗങ്ങള് സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങനെ അവര് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് പിന്നെ അബൂജഹലും സംഘം പോവുക. അവിടെ നിന്ന് അസ്മാ റളിയല്ലാഹു അൻഹയാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ അവരോട് ചോദിക്കും എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ പോയി എന്നൊക്കെ. അപ്പൊ അവര് ഒന്നും മിണ്ടില്ല. അങ്ങനെ അവര് മിണ്ടാണ്ടാവുമ്പോ അബൂജഹല് അസ്മാ റളിയല്ലാഹുവിന്റെ മുഖത്ത് ഒരു അടി കൊടുക്കും. അങ്ങനെ അവര് ആ അടികൊണ്ട് അവരെ കമ്മൽ പോലും പൊട്ടിപ്പോയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവരന്ന് ഗർഭിണിയായിരുന്നു. അപ്പൊ അവരൊക്കെ നമ്മുടെ ദീനിന് വേണ്ടിയിട്ട് സഹിച്ച ത്യാഗം എത്രയായിരുന്നെന്ന് സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പിതാവിനും രഹസ്യമായി ഭക്ഷണവും വെള്ളം എത്തിച്ചിരുന്നത് അസ്മാ റളിയല്ലാഹു അൻഹയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഭക്ഷണം കൊടുത്തേക്കുന്ന സമയത്ത് ഈ ഭക്ഷണപ്പൊതി കെട്ടാനുള്ള കയറൊന്നും കിട്ടില്ല. അങ്ങനെ അസ്മാ റളിയല്ലാഹു അൻഹ അവര് അരയിൽ എടുത്തിരുന്ന ഒരു മുണ്ട അഴിച്ചിട്ട് അത് 2 കഷ്ണാക്കിയിട്ട് പിന്നെ ഒരു കഷ്ണം കൊണ്ട് അവര് ഭക്ഷണപ്പൊതിയും കെട്ടും, ഒരു കഷ്ണം കൊണ്ട് തോൽപാത്രം, വെള്ളം നിറച്ച തോൽപാത്രം ഒരു കഷ്ണം കൊണ്ട് കെട്ടും. അപ്പൊ അങ്ങനെ അത് കൊടുത്തേക്കും. രഹസ്യമായിട്ടാണ്, ഇത് ആരും അറിയില്ല. ആരും അറിഞ്ഞാല് പിന്നെ ഒരു ശത്രുക്കൾ അവിടെ എത്തുമല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഭക്ഷണമൊക്കെ എത്തിച്ചിരുന്നത്, ഈ ത്യാഗമൊക്കെ ചെയ്തിരുന്നത് അസ്മാ റളിയല്ലാഹു അൻഹയായിരുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോ അവർക്ക് പിന്നെ ഈ അരപ്പെട്ട 2 അരപ്പെട്ട നൽകാൻ വേണ്ടിയിട്ട് സ്വർഗത്തില് 2 അരപ്പെട്ട നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്. അന്ന് മുതൽക്കാണ് അവർക്ക് ദാത്തൽ നിക്കായിൻ എന്ന പേര് ലഭിച്ചത്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളെ ബുദ്ധിപൂർവ്വം നേരിടാനുള്ള കഴിവ് അസ്മാ റളിയല്ലാഹു അൻഹ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റി. അങ്ങനെ അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അസ്മാ റളിയല്ലാഹു അൻഹ എന്ന അത്രയും ദീനിന് വേണ്ടിയിട്ട് അവര് ചെയ്തിരുന്ന, എന്തിനും തയ്യാറായിരുന്നു അവര്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടില് ഉണ്ടായിരുന്ന ആകെയുള്ള 600 ദിർഹം കൊണ്ടാണ് പോകുമ്പോ അതും കൂടെ കൊണ്ടുപോയിട്ട് നാട് വിട്ടത്. അപ്പൊ അത് സ്വന്തമായിട്ട് ആവശ്യത്തിനൊന്നും എടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകുമ്പോ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ പണം കൊണ്ടുപോയത്. അങ്ങനെ മോന് നാട് വിട്ട് തെറിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, അവരന്ന് മുശ്രിക്കായിരുന്നു. അപ്പൊ അവര് പിതാവ് അബൂ ഖുഹാഫ വീട്ടിലെത്തും. എന്നിട്ട് അസ്മാ റളിയല്ലാഹുവിനോട് പറയും, അവന് പോയില്ലേ പണമൊക്കെ ഒന്നും ബാക്കി വെക്കാണ്ട് അതൊക്കെ എടുത്തിട്ട് നാട് വിട്ടിട്ട് പോയിട്ടുണ്ടാവുമല്ലോ എന്ന്. അപ്പൊ അസ്മാ റളിയല്ലാഹു പറയും, ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ കുറെ പണൊക്കെ വെച്ചിട്ട് തന്നെ പോയിട്ടുള്ളത്. അപ്പൊ അബൂ ഖുഹാഫക്ക് കണ്ണ് കാണില്ല. അസ്മാ റളിയല്ലാഹു അൻഹ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പണപ്പെട്ടി വെക്കണ ഇതില് കുറെ കല്ലും കഷ്ണങ്ങളൊക്കെ ഇട്ട് തുണി കൊണ്ടൊരു മൂടിയിടും. അപ്പൊ ഈ കണ്ണ് കാണാൻ കഴിയാത്ത പിതാമഹനെ കൈപിടിച്ച് കൊണ്ടുപോയിട്ട് ഇത് കാണിച്ചു കൊടുക്കും. ഇവിടെ കുറച്ച് പൈസ ഒക്കെ വെക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിതാമഹന് സമാധാനാവും. അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ കാണിച്ച് ചെയ്യാൻ കാരണം അവര് അവിശ്വാസിയായിരുന്നല്ലോ. അപ്പൊ അവരെ ഒന്നിനും ആശ്രയിക്കരുത് എന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടി അസ്മാ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു.
അള്ളാഹുവിനെ റസൂലിനെ എതിർക്കുന്നവരോട് ആര് തന്നെ ആയാലും അവരോട് ഒരു മമതയും കാണിക്കാനോ അവരുടെ സംരക്ഷണമോ സഹായമോ സ്വീകരിക്കാൻ അസ്മ റളിയല്ലാഹു അൻഹ തയ്യാറായിരുന്നില്ല. പിന്നെ അസ്മ റളിയല്ലാഹു അൻഹയുടെ മാതാവ് ഭൗതിക വിശ്വാസിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഇസ്ലാമിന്റെ മുന്നേ തന്നെ അവര് ഒഴിവാക്കിയിരുന്നു. അപ്പൊ അവര് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അസ്മ റളിയല്ലാഹു അൻഹയെ കാണാൻ വരികയാണ്. ആ മാതാവ് കുറെ പാരിതോഷികങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പൊ മാതാവിനോട് ഏറെ സ്നേഹമുണ്ടെങ്കിലും താൻ അവരെ സ്വീകരിച്ചാൽ ഈ ഒരു ഇസ്ലാമിന്റെ ന്യായം എന്താന്ന് അറിയാത്ത ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരോട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതിന്റെ പേരിൽ വേഗം ഐഷ റളിയല്ലാഹുവിന്റെ അൻഹയുടെ അടുക്കലേക്ക് ആളെ അയക്കുക ചെയ്യാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത്, സ്വീകരിച്ചാല് അത് ഇസ്ലാമിന് ഇല്ലാത്ത ആള്. അങ്ങനെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇത് ഈമാന്റെ സൂക്ഷ്മതയാണ്. അത്രക്കും അവര് നല്ല ഇതിലാണ് ജീവിച്ചിരുന്നത്, സൂക്ഷ്മതയോട് കൂടിയിട്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ മാതാവിനെ സ്വീകരിക്കാനും അവരോട് ബന്ധം സ്ഥാപിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അറിയിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ നയം അവിടെ വ്യക്തമാക്കുന്നത്. കുടുംബ ബന്ധം പവിത്രമാണെന്നും ഇങ്ങോട്ട് സഹോദരം കാണിക്കുന്ന വിമതസ്ഥരോട് വിശ്വാസത്തിന് വിരുദ്ധമാവാത്ത രീതിയിൽ ബന്ധം പുലർത്തുകയും അന്യോന്യം സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നുള്ള ഇസ്ലാമിക നയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വ്യക്തമാക്കിയത്. പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോകാൻ അവസരം ലഭിച്ചപ്പോൾ അസ്മ റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായിരുന്നു. പക്ഷെ അള്ളാഹുവിനും റസൂലിലേക്കുമുള്ള തീർത്ഥയാത്ര അവർക്ക് അത് മുടക്കാനുള്ള മനസ്സ് വന്നില്ല. അവര് വരുന്നത് വരട്ടെ എന്ന് കണക്കാക്കിയിട്ട് വേദനയും പ്രയാസമൊക്കെ സഹിച്ച് അവരും യാത്രയായി. അങ്ങനെ മദീനക്കടുത്തുള്ള ഖുബയിലെത്തിയപ്പോൾ അവർക്ക് പ്രസവവേദന വരികയും അവർ അവിടെ വെച്ച് ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. മുഹാജിറുകൾക്ക് മദീനയിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. പിന്നെ അസ്മ റളിയല്ലാഹു അൻഹ മാതൃക കുടുംബിനിയായിരുന്നു. വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവരുടെ ജീവിതം. ഭർത്താവിന് ആകെ ഉള്ളൊരു സ്വത്ത് ഒരു കുതിര മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവിനെയും കുതിരയെയും ഒരുമിച്ച് പരിചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഭർത്താവിന് അസുഖം വന്നപ്പോഴാവും. അപ്പൊ അവരെന്നെ കുതിരനെ മേച്ചിരുന്നതും പരിപാലിച്ചിരുന്നതും കുതിരക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അവർ ഈത്തപ്പഴ കുരൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് പൊടിച്ചിരുന്നതും ഒക്കെ അസ്മ റളിയല്ലാഹു അൻഹായിരുന്നു. ഭർത്താവിനെ അനുസരിച്ചും പ്രയാസങ്ങളിൽ സഹകരിച്ചും അദ്ദേഹത്തിന്റെ അഭിരുചികളെയൊക്കെ മാനിച്ചും അവർ ജീവിച്ചു പോന്നു. ഇല്ലായ്മയിൽ ആവലാതിപ്പെടുകയും വിധിയെ പഴിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു പാഠമാണ് അസ്മ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. യാതനകളും പ്രയാസങ്ങളും സഹിച്ച് ജീവിച്ച ആ കുടുംബം പിന്നീട് കഠിനാധ്വാനവും സ്വപ്രയത്നവും കൊണ്ട് കച്ചവടം ചെയ്ത് സമ്പന്നതയെ ആയി മാറി. എങ്കിലും അവര് എത്ര പണക്കാരായിട്ടും അവര് ആർഭാടൊന്നും ഇല്ലാണ്ട് തന്നെ ജീവിച്ചു. അദ്ദേഹം പിന്നെ അവര് സ്വത്ത് കൂട്ടി വെച്ചിരുന്നില്ല. ഭയങ്കര ധർമ്മിഷ്ഠരായിരുന്നു അവര്. അങ്ങനെ അതുകൊണ്ട് അവർക്ക് സക്കാത്ത് പോലും നിർബന്ധമായിരുന്നില്ല എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അത്രയും സ്വത്തുണ്ടായിട്ടും അത് പിറ്റത്തേക്ക് മാറ്റി വെക്കേണ്ടത് അപ്പൊ തന്നെ ധർമ്മം ചെയ്തിരുന്നവര്. പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലായിരുന്നു അവരുടെ ആനന്ദം. നാളേക്കൊന്നും മാറ്റി വെച്ചിരുന്നില്ല. അസ്മ റളിയല്ലാഹു അൻഹ മക്കൾക്ക് കൊടുത്ത ഉപദേശം ഇതായിരുന്നു: നിങ്ങൾ ധർമ്മം ചെയ്യുക, ആവശ്യം കഴിഞ്ഞ് മിച്ചമുണ്ടാകട്ടെ എന്ന് കരുതി കാത്തു നിൽക്കരുത്. മിച്ചത്തിന് വേണ്ടി കാത്തിരുന്നാൽ ഒന്നും നിങ്ങൾക്ക് മിച്ചമുണ്ടാകുകയില്ല. ധർമ്മം ചെയ്താൽ അത് നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുകയുമില്ല. അസ്മ റളിയല്ലാഹു അൻഹ 50-ൽ പരം ഹദീസുകൾ അവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടുവെങ്കിലും ബുദ്ധിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അടിയുറച്ച വിശ്വാസത്തോടു കൂടി അവർ 100 വയസ്സുവരെ അവര് ജീവിച്ചു. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. തുബ് അലൈനാ